ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ്റ്റ് പൊന്നു. പറയണോ? എല്ലാവരും പറയും. അതെ, ജോക്സ്. താങ്ക് യു. ജസ്റ്റ് പൊന്നു. അപ്പോൾ ഗായ്സ്, അവിടെ അമ്പഴക്കാടത്തെ അമ്പ് പെരുന്നാൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ തുരുത്തിപ്പറമ്പിലെ പെരുന്നാളാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് ശനിയാഴ്ച രാവിലെ അമ്പ് വീടുകളിൽ പോയി നമുക്ക് കുടയില്ലേ കൊടുത്തിട്ട് വരാം, കുഴപ്പമില്ല. ഓക്കെ, അതിൻ്റെ കാര്യം അറിയില്ല കേട്ടോ. ഞാൻ ഒന്ന് ചോദിക്കാം. പിണ്ടി കുത്തുകയാണ്, ഇതേ കണ്ട പിണ്ടി കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ കൊടി കുത്താനായിട്ട് തക്കുട് ഇൻസ്ട്രക്ഷൻസ് തരുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ചെയ്യുകയാണ്, ഞാൻ ചെയ്യുന്നുണ്ട്. പപ്പടക്കോല്, ഞാൻ ഇവിടെ പപ്പടക്കോലൊക്കെ നോട്ട് കുത്തും, എന്നിട്ട് അവിടെ വെക്കും, കൊടി വയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പിണ്ടി കുത്തട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദെൻ അമ്പൂരണ്ടും ശനി ഞായറൊക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലേ അതേന്ന് പറ. ഒരു ചെറിയ ഇടി കിട്ടി കേസ്. ഓക്കെ, അപ്പം ഇനി ഞാൻ പിണ്ടി കുത്തിട്ട് കാണാം. ചാറ്റാ ചാറ്റ കൊടുക്ക്. പിണ്ടി കുത്താണ്. എൻ്റെ അസിസ്റ്റന്റ് പിണ്ടി കൊടി വരും. ഓക്കെ, അസിസ്റ്റന്റിന്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. വർക്ക് നമ്മൾ വേഗം കംപ്ലീറ്റ് ആക്കിയാലും അമ്പൂരുമേക്ക് നമുക്ക് തീർന്ന് സെറ്റായിട്ട് ഫ്രീ. തക്കുട് കുത്തണാ? കുടുവാ ചേച്ചി കാണിച്ചു തരാം. ഇവിടെ കുത്ത്. സൂപ്പർ. ഹലോ, കുത്ത്. എവിടെ കുത്ത്? പറ്റണില്ലല്ലേ? ഒന്ന് മാറിക്ക്, പൊന്നേച്ച് കുത്തിക്കോളാം. ഇനി നമ്മൾ അധികം വെയിലത്തൊക്കെ പണിയെടുക്കണ്ട, ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കാം. നമുക്ക് ഇത് കഴിഞ്ഞ് പോരാ കേട്ടാ. വേണ്ട കേട്ടോ, വേണ്ട. അപ്പം നമ്മുടെ പിണ്ടി സെറ്റായിട്ടോ? അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെ, പിണ്ടി സെറ്റായിട്ടുണ്ട്. ഇപ്പോഴത്തെ കപ്പളിൽ നൊവേന തുടങ്ങി ചേട്ടായി. നൊവേന കഴിഞ്ഞിട്ട് നമ്മുടെ വീടുകളിലേക്ക് അമ്പ് വരും. അപ്പോൾ നമ്മൾ അമ്പെടുക്കാനായിട്ട് പോകണേ. എനിക്ക് തോന്നുന്നു നമ്മുടെ സെക്കൻഡ് വീടായിരിക്കും. 2 സെറ്റായിട്ടാണ് ഇത്ത പോണേ. വാ നൊവേനയ്ക്ക് പോകണം അല്ലേ? തുടങ്ങി. ഓക്കെ, ഇനി വീടുകളിലേക്ക് ഒരു മനസ്സിലാവും. അനുഗ്രഹം നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധികളിൽ നിന്നും അത്ഭുതകരമായി നഗരത്തെ രക്ഷിച്ചു. എല്ലാവിധ ശാരീരിക രോഗങ്ങളിൽ നിന്നും
നമ്മുടെ അമ്പുകളെല്ലാം കയറി 4 സമുദായം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനി ലൈറ്റ് ഷോ തുടങ്ങാൻ പോണേ. പള്ളി എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മുടെ ലൈറ്റ് ഷോ തുടങ്ങാൻ പോവാണ്. എക്സൈറ്റഡ് ആണോ? കഴിഞ്ഞ കണ്ടായിരുന്നു, വേറെ ലെവലായിരുന്നു. അപ്പൊ കഴിഞ്ഞ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നില്ലേ? ലൈറ്റ് ഷോ വിത്ത് ഇലക്ട്രിക് കണ്ട, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇപ്പൊ ലൈറ്റ് ഷോ തുടങ്ങാൻ പോവാണ്. അമല എക്സൈറ്റഡ് ആണോ? പറയടാ, എക്സൈറ്റഡ് ആണോ? ഒന്ന് അടിപൊളിയല്ലേ? നീ കഴിഞ്ഞ കണ്ടായിരുന്നോ? അപ്പൊ നീ എക്സൈറ്റഡ് ആയിട്ടിരുന്നോ? അടിപൊളിയായിരിക്കും. ഓക്കെ, ഇത് കുട്ടന്റെ ഫ്രണ്ട്സ് ആണ്. സ്പെഷ്യൽ പരാമർശം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. എങ്ങനെ നിങ്ങളെ തിരുത്തർമ്മം കൂടിണ്ടാ? തിരുത്തർമ്മം കൂടിണ്ടാ? പറ, തിരുത്തർമ്മം കൂടിയിട്ടുണ്ടോ? അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിൽ നിന്നോളൂ. ഇപ്പൊ ലൈറ്റ് ഷോ വരും, വേറെ ലെവലായിരിക്കും കേട്ടോ. എല്ലാവർക്കും കുട്ടൻ എന്താ തക്കട് എന്താ പറഞ്ഞേ? ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞ നമ്മള് ഫുഡ് കഴിച്ചാ? ആരെ തന്ന ഐസ്ക്രീം? നമ്മള് ഫുഡൊക്കെ കഴിച്ച്, അല്ല ഞങ്ങൾ കഴിച്ചിട്ടില്ല, വിരുന്നാരം കഴിച്ച് ഐസ്ക്രീം ഒക്കെ തന്ന. അതാണ് ഈ പറഞ്ഞത്. ഓക്കെ, എന്റെ സൗണ്ടൊക്കെ പോയി തുടങ്ങിയിട്ടാണ്. എല്ലാവരും ഭയങ്കര ബിസി വർത്താനിക്കണം. അപ്പൊ വിരുന്നാരൊക്കെ പോയി ഏകദേശം. ഇത്ര കുട്ടികളുടെ ഫ്രണ്ട്സ് അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഹായ്, സേ ഹായ്. ഭയങ്കര കാര്യമാണല്ലോ നമുക്ക്, അതുകൊണ്ടൊക്കെ. അപ്പൊ നമ്മള് വീട്ടുകാർ ഫുഡ് കഴിക്കാണ്. ഇറച്ചി ഐറ്റംസ് ഒക്കെ ഞാൻ തെറ്റില്ല. ഇനി ഇന്ന് ഫുഡ് കഴിച്ച് കമ്പ്ലീറ്റ് എന്തെങ്കിലും ചെയ്യണം. ചിലപ്പോൾ എത്തിക്കും 12 മണി കേട്ടോ. അപ്പൊ ഇനി നമ്മൾ വേഗം ഫുഡ് കഴിച്ച് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ്. ഇത് നാളെ പെരുന്നാൾ ദിവസം. നാളെ വേറൊരു പരിപാടി ഉണ്ട് നമുക്ക്. അപ്പോൾ ഉച്ചക്കാലത്തെ കാണിച്ചു തരാം പറ്റുന്ന പോലെ. പിന്നെ രാത്രി ഗാനമേള ഉണ്ട്, അപ്പോൾ അതൊക്കെ കാണിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ദിവസം കാണാം. ഭക്ഷണം കഴിക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നെക്സ്റ്റ് ഡേ ആണ്, സൺഡേ 15-ാം തീയതി. ഇന്നാണ് നമ്മുടെ പെരുന്നാൾ ദിവസം. ഞങ്ങൾക്ക് ചേട്ടായുടെ ഫ്രണ്ടിൻ്റെ വാവയുടെ മാമോദിസ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയി അവിടെ കുർബാനയും കൂടി വന്നിട്ട് പിന്നെ പ്രദക്ഷിണത്തിനോട് പോകാൻ വിചാരിച്ചാൽ. സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, ചെറിയ തൊണ്ടവേദന സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ പറഞ്ഞോളൂ. അപ്പോൾ ഇപ്പോഴത്തേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ക്രിസ്പി ദോശയുണ്ട്, ദോശ മുറിച്ചിട്ടുണ്ട്. ക്രിസ്പി ദോശയുണ്ട്, വട്ടയപ്പം, ചിക്കൻ, ബീഫ് കറി, ചായ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം ഇത് കഴിച്ച് തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയുടെ വീഡിയോ കാണിച്ചു തരാം. പള്ളി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രാർത്ഥിച്ചിട്ടില്ല, പള്ളി കാരണം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഇത്തവണ വെറൈറ്റി ആയിട്ടുണ്ട്. പിങ്ക് കളറിൽ ഡെക്കറേറ്റ് ചെയ്തതാണ്, ഫ്ലവർ കളേഴ്സാണ് ഇപ്രാവശ്യം. എനിക്ക് തോന്നുന്നു കൂടുതലും വേറെ കളേഴ്സ് വയ്ക്കാൻ വൈറ്റൊക്കെയാന്ന് തോന്നുന്നു. ഇത്തവണ ഒരു പിങ്ക് വൈബ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പള്ളിയിലെത്തിയിട്ട് കാണിച്ചു തരാം, പ്രദക്ഷിണം കാണിച്ചു തരാം. ഓക്കെ, ഇന്നത്തെ പരിപാടി കാണുന്നത് നിങ്ങൾ നമ്മൾ കമ്പിത്തിരി കളിച്ചില്ല കേട്ടോ. എന്തായാലും 1 മണിക്ക് പിന്നെ കിടന്നു. ഞാൻ തീർക്കട്ടെ, അല്ലെങ്കിൽ ഇവരുടെ വേഗം തീരും. ടാറ്റ. വാഴയിലാണ് നമ്മൾ ഇവിടെ, വാഴയിലാണ് മിക്കപ്പോഴും. അടിപൊളിയല്ലേ? ശരി, ടാറ്റ.
സാത്താൻ ഉൾപ്പെടമാം ഭയവും നൽകുന്നു. വിനയസമുന്നിതരായി നാഥ ഞങ്ങളിതാ വന്ദനവും സ്തുതിയും അണയ്ക്കുന്നു. നമ്മുടെ അമ്പ് ഇവിടെ എത്താറായിട്ടോ പ്രദർശനം. നമ്മളൊക്കെ ഇന്നലെ കമ്പിത്തിരി ഇതൊന്നും മേടിച്ചെങ്കിലും പൊട്ടിച്ചില്ലായിരുന്നു ശനിയാഴ്ച. അപ്പം അമ്പ് ഒരുമ കത്തിയാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കുട്ടനും ചേട്ടായും.
ഒരു കലാപരിപാടി അവതരിപ്പിക്കാൻ സ്റ്റേജിൽ ഉള്ളത് കൊച്ചിൻ ടച്ചിങ് ഹാർട്ടിൻ്റെ പ്രവർത്തകരാണ്. അവരെല്ലാവരെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. കിലുകിൽ പമ്പരും തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവോ. പടകാളി പെണ്ണെ നിന്നെ മണിമയിൽ ചാത്തിടാ, തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. கொஞ்சம் நிலவு கொஞ்சம் நெருப்பு ஒன்றாய் செய்தால் இந்த தேகம், கொஞ்சம் நஞ்சு கொஞ்சம் அமுதம் ஒன்றாக செய்தால் இந்த கண்கள், கொஞ்சம் மிருகம் கொஞ்சம் கனவு ஒன்றாய் செய்தால் இந்த நெஞ்சம். சந்திரலேகா லேகா ഗൈസ്, നമ്മുടെ ഗാനമേള അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടൻ ഇന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ്, അവന് ലീവില്ലാത്തതുകൊണ്ട്. അപ്പം നമ്മൾ കുട്ടനെ ഒന്ന് തിരിച്ച് പറഞ്ഞയച്ചിട്ട് പിന്നെ വീണ്ടും വരും. അപ്പം ഞാൻ വൈൻഡപ്പ് ഇവിടെ വെച്ചെടുക്കുകയാണ്. പക്ഷെ വീണ്ടും വന്നിട്ട് ഞാൻ ബിറ്റൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ട് ഇത് പറയുന്നതാണ്. ചേട്ടേ, പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു? അതെ അതെ, അടിപൊളിയായിരുന്നു. പെരുന്നാൾ സൂപ്പറായി. 2 ദിവസത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാറുണ്ടാവും, സ്വാഭാവികം. നമ്മൾ തുടങ്ങിയിട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ.